മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 75-ാമത്തെ ദശകത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. തദ്ഭ്രാതൃനഷ്ട പിഷ്ട്വാ ദ്രുതമഥ പിതരൗ സന്നമൻ ഉഗ്രസേനം കൃത്വാ രാജാനമുച്ചൈർയദുകുലമഖിലം മോദയൻ കാമദാനൈ ഭക്താനാമുത്തമം ചോദ്ധവമരഗുരോരാപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യം പവനപുരപതേ രുന്ധിമേ സർവരോഗൻ. കംസൻ്റെ വധം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കംസനെ വധിച്ചു കഴിഞ്ഞപ്പോൾ കംസൻ്റെ സഹോദരന്മാർ തൻ്റെ ജ്യേഷ്ഠനെ വധിച്ചതായ ആ ദേഷ്യത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് ചാടി വീണു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവരെയും കൂടി വധിച്ചു. തത് ഭ്രാതൃൻ ദ്വിതീയ ബഹുവചനാണ്. അദ്ദേഹത്തിൻ്റെ ഭ്രാതാക്കളായ സഹോദരന്മാരായ 8 സഹോദരന്മാരുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് ഭഗവാന്റെ അടുത്തേക്ക് വന്നു. തൽഭ്രാതൃൻ 8 പേരെയും പിഷ്ട്വാ പേഷണം ചെയ്തിട്ട്, അതായത് വധിച്ചിട്ട്, ആ 8 സഹോദരന്മാരെയും വധിച്ചിട്ട് പിന്നെ എന്തുണ്ടായി? ദ്രുതം ദ്രുതം വേഗത്തിൽ തന്നെ ആ 8 സഹോദരന്മാരെയും വധിച്ചു. എന്നിട്ട് അനന്തരം പിതരൗ സന്നമൻ, മാതാപിതാക്കളെ ബന്ധനത്തിൽ വെച്ചിരുന്നതായിട്ടുള്ള മാതാപിതാക്കളെ ബന്ധനത്തിൽ നിന്ന് വിമോചിപ്പിച്ച് അവരെ നമസ്കരിച്ചു. സന്നമൻ, അവരെ നല്ല പോലെ നമിച്ചിട്ട്, ബന്ധനത്തിൽ നിന്നൊക്കെ അഴിച്ച് മോചിപ്പിച്ച് അവരെ നമിച്ചു. അച്ഛനമ്മമാരെ നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് ഉഗ്രസേനം കൃത്വാ രാജാനം, ഉഗ്രസേനനെ, കംസന്റെ പിതാവായിട്ടുള്ള ഉഗ്രസേനനെ രാജാനം കൃത്വാ, രാജാവാക്കിയിട്ട്, ഉഗ്രസേനനെ ബന്ധനത്തിലാക്കിയിട്ടാണ് കംസൻ രാജാവായിരുന്നിരുന്നത്. അപ്പോൾ ആ ഉഗ്രസേനൻ്റെ പിതാവായിട്ടുള്ള കംസന്റെ പിതാവായ ഉഗ്രസേനനെ രാജാവാക്കി. അതിനുശേഷം ഉഗ്രസേനം കൃത്വാ രാജാനം, അവിടെ ഈ യാദവനാണ് ഭഗവാൻ. യാദവനാണല്ലോ, വസുദേവരുടെ പുത്രനല്ലേ, യാദവനാണ്. ഈ യാദവന്മാർക്ക് സ്വതേ ഭരണം പാടില്ല എന്നുള്ളതായിട്ടുള്ളൊരു ശാപമുണ്ട്. എന്താണെന്ന് വെച്ചാൽ യയാതിയുടെ പുത്രനാണ് യദു പുരു, 2 പേരും യയാതിയുടെ പുത്രന്മാരാണ്. അപ്പം അതിൽ പുരുവിനെ രാജാവാക്കി യദു പിതാവിൻ്റെ വാർദ്ധക്യം എടുത്തിട്ട് യൗവനം കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ അത് അങ്ങനെ ഒരു കഥയുണ്ട്. യദുവും കൂട്ടാക്കിയില്ല. വേറെ 4 സഹോദരന്മാരുണ്ടായിരുന്നു, അവരൊന്നും കൂട്ടാക്കിയില്ല. പുരു മാത്രമാണ് അച്ഛൻ്റെ വാർദ്ധക്യം സ്വീകരിച്ച് അച്ഛന് തൻ്റെ യൗവനം കൊടുക്കുകയുണ്ടായത് എന്നൊക്കെ ഒരു കഥയുണ്ട്. അപ്പോൾ ആ കഥയ്ക്ക് അതുകൊണ്ട് ആ യദുവിനെ അപ്പം ശപിച്ചു എന്നാണ്. ഇവർക്കാർക്കും രാജാധികാരമില്ല എന്ന് ശപിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പം യാദവന്മാർക്ക് രാജാധികാരമില്ല. അപ്പം അതുകൊണ്ട് ഉഗ്രസേനനെ രാജാവാക്കി എന്നാണ്. അതായത് ഭഗവാന് രാജാധികാരമില്ല എന്നുള്ളതാണ്. ഭഗവാൻ യാദവനാണല്ലോ. അപ്പോൾ ഭഗവാന് രാജാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഉഗ്രസേനനെ തന്നെ രാജാവാക്കി എന്നാണ്. ഉഗ്രസേനം കൃത്വാ രാജാനം, ഉഗ്രസേനനെ രാജാവാക്കിയിട്ട് ഉച്ചൈഹി യദുകുലം അഖിലം മോദയൻ കാമദാനൈഹി, കാമദാനൈഹി, ഉച്ചത്തിലുള്ളതായിട്ടുള്ള കാമദാനങ്ങളെ കൊണ്ട് ഇഷ്ടങ്ങളെല്ലാം സാധിപ്പിച്ചുകൊണ്ട് അവരുടെ യാദവന്മാരുടെ യദുകുലത്തിലുള്ളവരെ എല്ലാവരെയും, യദുകുലം അഖിലം യദുകുലത്തെ മുഴുവനും, യാദവന്മാരെ മുഴുവനും അവരെയൊക്കെ കംസൻ ദ്രോഹിച്ച് നാട്ടിപ്പായിച്ചിട്ടും കുറേ പേര് പേടിച്ചവിടെ തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു. വേറെ പലരെയും നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചിരുന്നു. അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ യാദവന്മാരെ മുഴുവൻ കാമദാനൈഹി ഉച്ചൈഹി കാമദാനൈഹി മോദയൻ, ധാരാളമായിട്ടുള്ള കാമദാനങ്ങളെ കൊണ്ട് അവരുടെ ഇഷ്ടങ്ങളൊക്കെ ദാനം ചെയ്തുകൊണ്ട്, മോദയൻ സന്തോഷിപ്പിച്ചുകൊണ്ട്, ഭക്താനാം ഉത്തമം ച ഉദ്ധവം, ഭക്തന്മാരിൽ വെച്ച് ഉത്തമനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഉദ്ധവനെ, ഭക്താനാം ഉത്തമം ച
ഉദ്ധവം ഉത്തമനായിട്ടുള്ള ഉദ്ധവനെയും അമരഗുരോഹോ ആപ്തനീതിം, അമരഗുരുവിൻ്റെ ബൃഹസ്പതി ആണ്, ദേവന്മാരുടെ ഗുരുനാഥനാണ് ബൃഹസ്പതി. ആ ബൃഹസ്പതി അമരഗുരോഹോ, ആ ഗുരുവിൽ നിന്ന്, ബൃഹസ്പതിയിൽ നിന്ന് ആപ്തനീതിം, നീതിശാസ്ത്രം മുഴുവൻ ഗ്രഹിച്ചിട്ടുള്ളതായ, അഭ്യസിച്ചതായ ഉദ്ധവൻ ബൃഹസ്പതിയിൽ നിന്നാണ് നീതിശാസ്ത്രം മുഴുവനെ പഠിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഉദ്ധവനെ സഖായം ലബ്ധ്വ, സഖിയായിട്ട്, തൻ്റെ സ്നേഹിതനായിട്ട്, സജീവനായിട്ടും സ്നേഹിതനായിട്ടും ഒക്കെ ആണ് ഉദ്ധവനെ പിന്നെ ഭഗവാന്റെ ഒപ്പം അവസാനം വരെ ഉണ്ടായിരുന്നതാണ് ഉദ്ധവൻ എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഉദ്ധവനെ സഖായം ലബ്ധ്വ, തനിക്ക് സഖിയായിട്ട്, സ്നേഹിതനായിട്ട് ലഭിച്ചിട്ട്, സജീവനും സ്നേഹിതനും ഒക്കെ ആയിട്ടാണ് ഉദ്ധവൻ പിന്നീട്. അങ്ങനെ ലഭിച്ചിട്ട് തുഷ്ടഃ നഗര്യാം തുഷ്ടഃ, നഗരിയിൽ തുഷ്ടനായിട്ടിരുന്ന, സന്തുഷ്ടനായി വസിച്ചത് അവിടെ ചേർക്കണം. തുഷ്ടഃ നഗര്യാം, നഗരിയിൽ സന്തോഷത്തോടുകൂടി വസിച്ചതായ ഹല്ലയോ പവനപുരപതേ, പവനപുരാധീശ ഗുരുവായൂരപ്പ, രുന്ധിമേ സർവരോഗാൻ, എൻ്റെ എല്ലാ രോഗങ്ങളെയും രുന്ധി, തടഞ്ഞാലും ഇല്ലാതാക്കിയാലും. അപ്പോൾ അവിടെ അതോടുകൂടിയിട്ട് ആ ദശകം അവസാനിക്കുകയാണ്. കംസവധം എന്നുള്ളതായിട്ടുള്ള ആ ദശകം അവസാനിക്കുകയാണ് അവിടെ. കംസവധവും അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് കംസൻ്റെ സഹോദരന്മാരെയും ആദ്യം ചാണൂരൻ, മുഷ്ടികൻ എന്നുള്ളതായിട്ടുള്ള മല്ലന്മാരെ കൊന്നു, കൂലയാപീഠത്തിനെ കൊന്നു, കൂലയാപീഠം എന്നുള്ളതായിട്ടുള്ള ആനയെ കൊന്നു. അത് കഴിഞ്ഞ് ഈ മല്ലവന്മാരെ വധിച്ചു. അത് കഴിഞ്ഞ് കംസനെയും വധിച്ചു, കംസൻ്റെ സഹോദരന്മാരെയും വധിച്ചു. ഒക്കെ ഈ ദശകത്തിലാണ് വർണ്ണിക്കുന്നത് എന്നാണ്. തൽഭ്രാതൃൻ തൽഭ്രാതൃൻ, അവൻ്റെ ഭ്രാതാക്കളായ സഹോദരന്മാരായ, അവൻ എന്ന് പറഞ്ഞാൽ അവിടെ കംസനെയാണല്ലോ നേരത്തെ കൊന്നത്. ആ കംസൻ്റെ സഹോദരന്മാരായ 8 പേരെയും 8 പേരെയും പിഷ്ട്വാ, വധിച്ചിട്ട്, പേഷണം ചെയ്തിട്ട്, പേഷണം ചെയ്യാന്ന് വെച്ചാൽ തടി പൊടിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെയൊക്കെ വധിച്ചിട്ട് ദ്രുതം പിഷ്ട്വാ, വളരെ വേഗത്തിൽ തന്നെ അവരെയൊക്കെ വധിച്ചിട്ട്, അനന്തരം പിതരൗ സന്നമൻ, മാതാപിതാക്കളെ വസുദേവനെയും ദേവകിയെയും സന്നമൻ, നല്ലപോലെ നമിച്ചിട്ട്, നമസ്കരിച്ചിട്ട് അവരെയൊക്കെ സ്വതന്ത്രരാക്കി, അവരെയൊക്കെ നമസ്കരിച്ചതിന് ശേഷം സന്നമൻ ഉഗ്രസേനം കൃത്വാ രാജാനം, ഉഗ്രസേനനെ, കംസന്റെ പിതാവായിട്ടുള്ള ഉഗ്രസേനനെ രാജാനം കൃത്വാ, രാജാവാക്കിയിട്ട്, അത് കംസൻ ഉഗ്രസേനനെ ബന്ധനത്തിലാക്കിയിട്ടാണ് സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ ബന്ധനത്തിൽ കിടന്നിരുന്നതായിട്ടുള്ള കംസൻ്റെ പിതാവ്, രാജ്യാവകാശി അദ്ദേഹം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ രാജാവാക്കിയിട്ട്, പിന്നെ അപ്പം അദ്ദേഹം രാജാവാണ് എന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാൻ കൃഷ്ണൻ തന്നെ വേണം. എന്താ വെച്ചാൽ അദ്ദേഹം പ്രായമായിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ തന്നെ വേണം കാര്യങ്ങളൊക്കെ, രാജ്യകാര്യങ്ങളൊക്കെ നോക്കാൻ കൃഷ്ണനും ബലരാമനും തന്നെയാണ് എന്നാണ്. അപ്പം അങ്ങനെ ഉഗ്രസേനെ രാജാവാക്കിയതിന് ശേഷം തനിക്ക് രാജ്യകാര്യങ്ങൾ നോക്കാനായിട്ട് സഹായിയായിട്ട് ഉദ്ധവനെ കിട്ടി എന്നാണ്. കൃത്വാ രാജാനം ഉച്ചൈർ യദുകുലമഖിലം മോദയൻ കാമദാനൈഹി, അഖിലം യദുകുലം, യദുകുലത്തെ മുഴുവൻ, യാദവന്മാരെ എല്ലാവരെയും കാമദാനൈഹി ഉച്ചൈഹി കാമദാനൈഹി മോദയൻ, ധാരാളമായിട്ടുള്ള കാമദാനങ്ങളെ കൊണ്ട്, കാമങ്ങളെയെല്ലാം ദാനം ചെയ്തുകൊണ്ട്, എല്ലാ കാമങ്ങളും അവരുടെ പൂരിപ്പിച്ചുകൊണ്ട്, ആഗ്രഹങ്ങളും പൂരിപ്പിച്ചുകൊണ്ട്, കാമദാനൈഹി മോദയൻ സന്തോഷിപ്പിച്ചുകൊണ്ട്, ഭക്താനാം ഉത്തമം ച ഉദ്ധവം, ഭക്തന്മാരിൽ വെച്ച ഉത്തമനായിട്ടുള്ള ഉദ്ധവനെ അമരഗുരോഹോ ആപതനീതിം, അമരഗുരുവിൽ നിന്ന്, ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് നീതിശാസ്ത്രം മുഴുവൻ അഭ്യസിച്ചതായിട്ടുള്ള ആ ഉദ്ധവനെ തന്നെ സഖായം ലബ്ധ്വ, സഖിയായിട്ട് ലഭിച്ചിട്ട്, രാജ്യകാര്യങ്ങൾ നടത്താൻ തൻ്റെ സ്നേഹിതനായിട്ട് ആ ഉദ്ധവനെ തന്നെ ലഭിച്ചിട്ട് തുഷ്ട, സന്തോഷമായി. ഇപ്പോൾ അതായത് ഉദ്ധവനെ തന്നെ രാജകാര്യങ്ങളൊക്കെ, രാജനീതി ഒക്കെ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ഉദ്ധവനെ മന്ത്രിയായിട്ട് കിട്ടിയപ്പോൾ വളരെ സന്തോഷിച്ചു. അങ്ങനെ തുഷ്ട നഗരിയിൽ തുഷ്ടനായി വസിച്ചതായിട്ടുള്ള അല്ലയോ പവനപുരാധീശ,
രുന്ധിമേ സർവരോഗൻ, എൻ്റെ എല്ലാ രോഗങ്ങളെയും തടഞ്ഞാലും എന്ന്. തൽഭ്രാതൃനഷ്ട പിഷ്ട്വാ ദ്രുതമഥ പിതരൗ സന്നമൻ ഉഗ്രസേനം കൃത്വാ രാജാനം ഉച്ചൈര്യദുകുലമഖിലം മോദയൻ കാമദാനൈഃ ഭക്താനാമുത്തമം ചോദ്ധവമരഗുരോരാപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യം പവനപുരപതേ രുന്ധിമേ സർവരോഗൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കൊന്നു കംസന്റെ 8 സഹചരയുടനെ കൂപ്പിതന്നച്ഛനമ്മയും വാഴിച്ചങ്ങുഗ്രസേനം യദുകുലമഖിലം നൽകി ദാനം യഥേഷ്ടം. കിട്ടി തന്നിഷ്ടനായിട്ടമരഗുരുവരൻ അമരഗുരുവര ശിഷ്യനാമുദ്ധവനെ വാണു നീ പട്ടണത്തിൽ പവനപുരപതേ മാറ്റുകൻ രോഗമെല്ലാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.